മോന്റെ ആവശ്യത്തിനോട് പൈസ മോള് ടീച്ചറാണ്, മറ്റേ മോളുണ്ട്. നമ്മളെ കുടുംബം പോറ്റാനോ അല്ലെങ്കിൽ ജീവിതമാർഗത്തിനോ അല്ല. ഇത് നമ്മൾ നാളെ മരിച്ചൊരു വിശ്വാസിയാക്കാൻ മനസ്സിലാക്കി. അതുകൊണ്ട് അവർ മരിച്ചൊരു കവറിൽ ഫലം കിട്ടും. അങ്ങനെ കുറെ ആളുകളോട് തൊഴിൽ ജീവിക്കുമ്പോൾ നമുക്കതൊരു ഫലം ഒരു ജാരിയായ സദക്കാ എന്ന് കിട്ടും എന്നൊരു വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റുകളിൽ പല ആളുകളുണ്ട്. ഞാൻ എന്റെ അമ്മയുടെ ഇടക്കോട്ട് പോകുമ്പോൾ പിന്നെ മറ്റേ കോയത്തിന്റെ അതുപോലെ പല ആളുകളുണ്ട്. വിശ്വാസികൾ നിരവധി ആളുകൾ ഒരുപാട് ആളുകൾ. ഞാൻ പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയം പറയല്ല. അപ്പൊ അതുകൊണ്ട് അതാണ് നമ്മൾ ഉദ്ദേശം വെച്ചിട്ട്. അപ്പൊ അത് 1990 സോവിയറ്റിന് അവസാനിച്ചുകൊണ്ട് പെട്ടെന്നൊന്നും സുരക്ഷിതം അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ പരമാവധി ജനങ്ങളെ എന്ത് ചെയ്യുക, ഈ തൊഴിൽ അവനാണ് ജീവിതത്തിൽ 10 പറ്റിയ 10, 4 പറ്റിയ 4 പഠിപ്പിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യമാണ്. എനിക്ക് ആത്മനോടും അതേപോലെ നമ്മുടെ കൃഷി ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾ ആരെങ്കിലും കൃഷിഭവനിൽ വരുമ്പോൾ കൈ വെച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ച സ്ഥലം ഉണ്ടല്ലോ, നിങ്ങളവിടെ പോയി അവിടുന്ന് കിട്ടുമല്ലോ പറഞ്ഞാൽ ഓരോ വിലയിൽ ഓർക്ക് ഉണ്ടാക്കാൻ പറ്റുമ്പോഴേ നമ്മൾ പഠിച്ചു കൊടുക്കും. അപ്പൊ അത് ഈ ഒരു പഠിപ്പോടൊന്നും പഠിപ്പാവില്ല. പഠിപ്പാണെങ്കിൽ ഇതിലെ തയ്യാദ്യം ഉരുടനെ തൊട്ട് അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചു വിജയിപ്പിക്കാൻ കഴിയും. അതിന്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ഇനി അങ്ങനെ വരുന്ന ആളുകളാണ് അവർക്ക് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയൊരു കൂലി നമ്മൾ കൊടുത്ത് പഠിപ്പിക്കും. അങ്ങനെ തന്നെ കൊടുത്ത് പഠിപ്പിച്ചില്ല. അപ്പൊ പോയപ്പോഴും കൂടി എന്നോട് പറഞ്ഞു 3 കൊല്ലത്തെ നമ്മൾ കൂലി കൊടുത്ത് പഠിപ്പിച്ചു. പോകുമ്പോ പോകാതെ നന്ദി വാക്ക് പോലും പറഞ്ഞില്ല. ഞാൻ സംഘടനയായിട്ടല്ല, അത് ജീവിച്ചു വെക്കോട്ടെ, കുഴപ്പമുണ്ടായില്ല. നമുക്ക് ഈ ഒരു നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിനും കണ്ടതിനും നിങ്ങൾ പെട്ടെന്ന് പോകുന്നതിന് പകരം ഇതുണ്ടാക്കുന്ന ഉത്പാദിപ്പിക്കുന്ന ആ തലക്കൽ അവിടെ പോയി നിങ്ങൾ കാണണം, മനസ്സിലാക്കണം. ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങളിൽ ചേർന്ന് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് ഈ തൈകൾ കൂടുതൽ വിറ്റുപോയെങ്കിൽ ഈ സ്ഥാപനം നിലനിൽക്കും. ഞങ്ങൾ ഔപചാരിക ഉദ്ഘാടനം നടത്തിയിട്ടില്ല, ഇതിനെ കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ നട്ട തൈകൾ, ആ തൈകൾ കായ്ക്കും. അയിമൊന്നും ചായനെടുത്ത് നമുക്ക് വിൽക്കണം. അപ്പൊ ഉദ്ഘാടനം ചെയ്താൽ മതി. പിന്നെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയ തൈകൾക്ക് നിങ്ങൾ പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളോട് വിളിച്ചാൽ ആറ്റിപ്പോ അവരെ പറയണവരുണ്ട്. അപ്പൊ അതിനൊരു PSC അഗ്രികൾച്ചർ പാസ്സായ അല്ലെങ്കിൽ നമ്മൾ പിന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പഠിച്ച ഒരാളെ വേണം. അവർ നിലവിൽ ലൈസൻസ് കൊടുക്കും. 5 കൊല്ലത്തിനാണ് ഒരു വലിയ 5 കൊല്ലം കഴിഞ്ഞാൽ 4 കൊല്ലമായി. ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ കാക്കാനോട്ട് ഒഴിവാക്കാം. 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഒരു വേണമെന്നില്ല, നമുക്ക് നേരിട്ട് നടത്താവുന്നതാണ്. ഒരു കൊല്ലം കൂടി 2025 കൂടി അടുത്ത നിൽക്കി കഴിഞ്ഞാൽ നമ്മള് അപാമാനതകൾ വേണമെന്നില്ല. വേര് പിടിച്ചാളും പിന്നെ വേര് പിടിച്ചാളും നമ്മളോട് പറഞ്ഞു തരുമോ, തൈ വെച്ചുപിടിക്കും. ഇവിടെ നേഴ്സറിക്ക് പകരം വീടുകളിൽ പോയിട്ട് ആളുകളെ കണ്ട് തോട്ടം വെച്ചുപിടിപ്പിക്കണം, പണിക്കാരെ കിട്ടും. അപ്പൊ ഞങ്ങളോട് തൈ വെക്കണമെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ തയ്യും ആളുമായിട്ട് വന്ന് അത് വെച്ച് കുഴിച്ചിട്ട് റെഡിയാക്കിയിട്ട് പോയി ചില്ലറ കൊടുത്താൽ മതി. പൈസ കൊടുക്കാൻ കൊടുക്കും. അതിന്റെ ഉത്തരവാദിത്വം അതിന്റെ ഉത്തരവാദിത്വം ആ ചെയ്യേണ്ടി ഞങ്ങൾ പൽക്കായിട്ടില്ലെങ്കിലും എവിടെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കും. നമ്മള് പന്തൂരിൽ ഞാൻ ജോലി ചെയ്ത വില്ലേജുകൾ ഒരു 5-8 ആളുകളിപ്പോൾ ചെയ്തു തന്നെ പോകും. അപ്പോൾ എനിക്ക് കർഷക കോറി ബന്ധത്തിൽ കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ പൊതുവെ പുറത്തിറങ്ങാത്തതുകൊണ്ട് നാട്ടിൽ ബന്ധമില്ല. അപ്പൊ നിങ്ങളെല്ലാവരും കൂടി സഹായിച്ച് ചെയ്യണം. ഇവരോടേക്ക് പറയാനുള്ള വീണ്ടും പരിപാടികൾ നടത്തണം. ഞങ്ങളെല്ലാം സഹായം ചെയ്തു തരാം. ക്ലാസ്സിൽക്കാർ ആളുകളെ മറ്റു വലിയമാരി ആളുകളൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും. നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം. കുറെ ആളുകൾ കണ്ടത് മുമ്പ്